അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ദീനാണത്. അത് അവസാന കാലഘട്ടത്തിൽ ഉറക്കിപ്പിടിക്കുന്ന സമയത്ത് പല പ്രയാസങ്ങളും ഉണ്ടാവും. കൈക്കട്ടയിൽ തീ വെച്ചതുപോലെയും മറ്റ് പല ബുദ്ധിമുട്ടുകളും നമ്മൾ അഭിമുഖീകരിക്കാൻ ഇത് ദീനാണ്. ആളുകൾക്ക് ഒപ്പിച്ച് പറയുന്ന സമയത്ത് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നിങ്ങൾ എത്ര വലിയൊരു അപകടമാണ്. ഇവിടെ മലപ്പുറം അടുത്തൊരു സുന്നി സ്ഥാപനം, ആ സുന്നി സ്ഥാപനത്തിൽ ജോലി, ഞാൻ നിങ്ങളോട് പറയുന്നത് മുത്തഖിദീങ്ങളുണ്ട്. ഏത് രൂപത്തിലാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളും മറ്റ് ഇതിനെതിരെ പ്രവർത്തിക്കണം നിങ്ങൾ നോക്കണം. ഒരു സുന്നി സ്ഥാപനത്തിലുള്ള ഒരു വ്യക്തി, ഒരു മുന്നേറി, അയാൾ പ്രസംഗിക്കാണ് യസീദിനെ നന്നാക്കിയിട്ടും സ്വർഗീയ യുവാക്കളുടെ നായകനാകുന്ന സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആത്മഹത്യാപരമായ സഞ്ചാരമാണ് നടത്തിയെന്നൊക്കെ ഒരു സുന്നി സ്ഥാപനത്തിൽ നിന്നൊരാൾ പ്രസംഗിക്കാൻ വഹാബികളൊപ്പം നാണിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. പരസ്യമായി പ്രസംഗിക്കാണ്. ഹുസൈൻ റളിയല്ലാഹുവിനെ ബാധിച്ചതിൽ പോലും അഹമ്മദികൾക്ക് ന്യായമുണ്ടെന്ന് പോലും ഒരു കാഫിർ പോലും പറയാത്ത സംസാരമാണ് സുന്നി സ്ഥാപനത്തിൽ നിന്ന് ഒരു അബൂ ഷാക്കിർ ഫൈസിമാൻ എടുത്ത പ്രസംഗിക്കുന്നത്. നമ്മളേതെങ്കിലും ഒരു യൂണിറ്റ് പ്രസിഡന്റിനെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. എന്നാൽ അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, ഹസനും ഹുസൈനും സ്വർഗീയ യുവാക്കളുടെ നായകനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പൊന്നുമോൻ ആത്മഹത്യാപരമെന്നും അവരുടെ വാദത്തിനെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥ. യസീദിനെ ന്യായീകരിക്കുക ആരാ യസീദ്? യസീദിനെ പറ്റി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഭിപ്രായം എന്താ? അവൻ തമ്മാടിയാണെന്ന വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഏകോപിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു അഭിപ്രായം അഹ്ലുസുന്ന വൽ ജമാഅത്തിനില്ല. അഹ്ലുസുന്നയുടെ ഇടയിലുള്ള തർക്കം എന്താ? അവൻ മുസ്ലിമാണോ കാഫിറാണോ? അവന് ലേനത്തിയലമോ അവന് ലേനത്തിയലുണ്ട്. ഇത് മാത്രമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇടയിലുള്ള തർക്കം. അവൻ നല്ലവനാണോ അല്ലേ എന്നൊരു ചർച്ച സുന്നത്തി ജമാഅത്തിന്റെ ഇടയിൽ ഈ നൂറ്റാണ്ടുകൾ അത്രയും ഉണ്ടായിട്ടില്ല. ചർച്ച എന്താ? അവനെ ശപിക്കണോ ശപിക്കണ്ടേ? അവൻ കാഫിറാണോ മുസ്ലിമാണോ? ഇതാണ് ചർച്ച. എന്നാൽ മഹാഭൂരിപക്ഷം പറഞ്ഞു അവൻ തമ്മാടിയാണ്, അവൻ തമ്മാടിയാണെന്ന വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഇത്തിഫാഖാണ്. അങ്ങനത്തെ ഒരു തമ്മാടിയെ കഅബ ശരീഫിനെതിരെ ആക്രമണം നടത്തിയവൻ വഖഅത്തുൽ ഹർബ, മദീനത്ത് വന്ന് മദീന മുനവ്വറയിൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തി മദീന മുനവ്വറക്കെതിരെ ആക്രമണം അയച്ചവൻ, മഞ്ചരീഖ് ഉപയോഗിച്ചുകൊണ്ട് കഅബ ശരീഫിനെ തകർത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തെ കർബലയുടെ മണ്ണിൽ ക്രൂരമായി വധിച്ചു കളഞ്ഞതിലെ ഒന്നാം പ്രതിയാണ് ഈ തമ്മാടി. ഇവനെ ന്യായീകരിക്കാണ് മഹാനായ ഇമാം തഫ്താനി പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി വഅലാ അൻസാരിഹി വഅവാനിഹി, അവന്റെ പേരിലും അവന്റെ സഹായികളുടെ പേരിലും അവന്റെ കൂട്ടാളികളുടെ പേരിലും അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ. ഇമാം സുയൂത്തി താരീഖുൽ ഖുലഫാഇലടക്കം ഈ തമ്മാടിയെ ശപിക്കുന്നുണ്ട്. അവനെ ശപിക്കണോ ശപിക്കണ്ടേ? അത് മദ്ഹബിയായ ഒരു ചർച്ചാ വിഷയമാണ്. അത് അഭിപ്രായ വ്യത്യാസ വിഷയമാണ്. അവൻ മുസ്ലിമാണോ കാഫിറാണോ? മഹാഭൂരിപക്ഷവും പറഞ്ഞ മുസ്ലിമാണ്, തമ്മാടിയാണ്. എന്നാൽ ചില ഉലമാക്കൾ അവന്റെ കുഫ്ർ കൊണ്ട് ഫത്വ കൊടുത്തു. എന്താവട്ടെ, ഇത്തരം വലിയൊരു തമ്മാടിയെ ന്യായീകരിക്കുകയും അവന്റെ പ്രവർത്തികളെ ന്യായീകരിക്കുകയും നിങ്ങൾ ആലോചിക്കണം. കള്ളുകുടിയൻ, ആഭാസൻ, കഅബയെ ആക്രമിച്ചവൻ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണത്തിൽ ക്രൂരവിനോദം നടത്തിയവൻ, അഷ്റഫുൽ ഖൽഖിന്റെ തിരുകുടുംബത്തെ വെട്ടിമാറ്റിയ ഈ തമ്മാടിയെ സുന്നി സ്ഥാപനത്തിൽ നിന്നൊരാൾ ന്യായീകരിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താണ് ഒരു അവസ്ഥ? വഹാബികൾ പോലും പരസ്യമായി ചെയ്യാത്ത നാണക്കേട് ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ. ഹുസൈനും മിന്നി വഅന മിൻ ഹുസൈൻ അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന, ഹുസൈൻ ഞാൻ ഹുസൈനിൽ നിന്നുള്ളതാണ്. വല്ലവരും ഹുസൈനെ സ്നേഹിച്ചാൽ അവരെ അല്ലാഹു സ്നേഹിച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, ഹസനും ഹുസൈനും സ്വർഗീയ യുവാക്കളുടെ നായകന്മാരാണ്. മൻ അഹബ്ബൽ ഹസന വൽ ഹുസൈന ഫഖദ് അഹബ്ബനി വമൻ അബ്ഗദഹുമാ ഫഖദ് അബ്ഗദനി, വല്ലവരും ഹസനെയും ഹുസൈനെയും സ്നേഹിച്ചാൽ അവരെന്നെ സ്നേഹിച്ചു, അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവർ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബുഹുമാ വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ,
അല്ലാഹുവേ ഞാൻ ഹസനെയും ഹുസൈനെയും സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ എന്റെ ഈ രണ്ട് മക്കളെ സ്നേഹിക്കണമേ. ഈ രണ്ട് മക്കളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിൽ ഹസൻ വൽ ഹുസൈൻ, ഹസനെയും ഹുസൈനെയും കൈകൾ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബനി വഅഹബ്ബ ഹാദൈനി വഅബാഹുമാ വഉമ്മഹുമാ കാന മഈ ഫീ ദറജത്തി യൗമിൽ ഖിയാമ. വല്ലവരും എന്നെ സ്നേഹിച്ചു, എന്റെ ഈ രണ്ട് മക്കളെ സ്നേഹിച്ചു, അവരുടെ വാപ്പയാകുന്ന അലി എന്നവരെയും അവരുടെ ഉമ്മയാകുന്ന ഫാത്തിമത്തു സഹ്റാഇനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ സ്നേഹിച്ചാൽ കാന മഈ ഫീ ദറജത്തി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പ്രത്യേകമായ ഒരു എന്നോടൊപ്പം ഒരു സ്ഥാനത്ത് അവരെ ഇരുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അഷ്റഫുൽ ഖൽഖിന്റെ കരളിന്റെ കഷ്ടങ്ങൾ അവരെ പരിഹസിക്കുകയും അവർക്കെതിരെ അതിക്രൂരമായ രീതിയിലുള്ള ആരോപണങ്ങൾ പഠിച്ചുകൂടാണ്. എന്നിട്ടോ അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഏകകണ്ഠമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇജ്മാ എന്ന നിലയ്ക്ക് തമ്മാടിയാണെന്ന് പറഞ്ഞ യസീദിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ കൈരളിയിൽ മലപ്പുറത്തുള്ള ഒരു സുന്നി സ്ഥാപനത്തിൽ ഒരു അബൂ ഷാക്കിർ ഫൈസി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പ്രസംഗിക്കാൻ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുകയും കൃത്യമായി അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കുകയും ആ ദീനിനെ സംരക്ഷിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ, ആ മകന്റെ കളിസ്ഥലം റസൂലുള്ളാഹിയുടെ നെഞ്ച, ആ മകന്റെ പാനീയം അഷ്റഫുൽ ഖൽഖിന്റെ ഉപനീര, ആ മകന്റെ യാത്ര അഷ്റഫുൽ ഖൽഖിന്റെ തോള, ആ മകനെ പറ്റി പ്രസംഗിക്കാൻ, സ്വർഗീയ യുവാക്കളുടെ നേതാവിനെ പറ്റി പ്രസംഗിക്കാൻ, ആത്മഹത്യാപരമായ യാത്ര, അവരെ കൊന്നതുപോലും ന്യായീകരിക്കുന്ന ഇത്തരം വൃത്തികെട്ട ആളുകൾ അഹ്ലുസുന്നയുടെ പേരിൽ ഇവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ യഥാർത്ഥ മനഹജിൽ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ മനഹജ് വളരെ കൃത്യമാണ്, നമ്മളെ മനഹജ് വളരെ കൃത്യമാണ്. യാ ആല ബൈതി റസൂലില്ലാഹി ഹബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആൻ അൻസലഹു. നബി തങ്ങളുടെ കുടുംബമേ, ആ കുടുംബത്തിന്റെ നേതാക്കളാണ് ഹസനും ഹുസൈനും. അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ നിലനിൽപ്പാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്.